ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് എവിടെയാ? ശരിക്കും കാട്ടാനല്ല. ഇപ്പൊ എത്ര ആളാ ഇന്നലെ പാലക്കാട് പോയി. അല്ല, ഇത്രയും ശാന്ത സ്വഭാവമായ ആനകളെ കിട്ടാൻ പാടാണ്. ആനകൾ ഇല്ലാന്ന് പറയുന്നില്ല. ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഉള്ളത് ഒരു ആനത്തറവാട്ടിലാണ്. മനിശ്ശേരി ഹരിയേട്ടന്റെ ആനത്തറവാട്. ഈ നിൽക്കുന്നത് മനിശ്ശേരി ചേട്ടന്റെ മകനാണ് ഗോവിന്ദൻ ചേട്ടൻ. ഗോവിന്ദൻ ചേട്ടന്റെ ആനയാണ്. ആനയുടെ പേരെന്താ ചേട്ടാ? മനിശ്ശേരി രാജേന്ദ്രൻ. എത്ര ആനകളുണ്ട് ഇതിനു മുമ്പ് ഇവിടെ ഈ ഒരു തറവാട്ടില്? അല്ല, ഇത്രയൊന്നും പറയാൻ പറ്റില്ല. അന്ന് അങ്ങനെ ആനകൾ വന്നും പോയിക്കൊണ്ടിരിക്കും. ഏകദേശം എത്ര ആനകൾ വന്നു? സുഹൃത്തിന്റെ ഒരു കണക്ക് പ്രകാരം 350 കൂടുതൽ ആന ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇതിൽ അഴിച്ചുവിട്ട ഇതിൽ നടന്നോളൂ? അഴിച്ചുവിട്ടാൽ നടക്കും. പക്ഷെ നാളെ ചിലപ്പോ കുടുംബ തറവാടാവും. ഫുള്ള് വെളുപ്പിക്കും. വാഴകൃഷിയൊക്കെ ഗംഭീര. അത്യാവശ്യം കഴിക്കുന്ന കൂട്ടത്തിലാണ് ആളല്ലേ? മൂപ്പർക്ക് ഭക്ഷണപ്രിയനാ. വേറെ ശല്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അങ്ങോട്ട് വയൽ കൈയിട്ടാലും കുടിക്കും. ഒരു കാര്യമുണ്ട്, പിന്നാമ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ പാലോണ്ട് അടിയിട്ടു. നേരെ ചെല്ലണം. നേരെ ചെല്ലാം. നിങ്ങൾ പിടിക്കാത്തോടെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. മോനെ ഇങ്ങോട്ട് വാ. വന്നിടാ. ഇവിടെ വാ. പേടിയുണ്ടോ നോക്കട്ടെ. ഇവിടെ വാ. ഇവിടെ നിന്നോ. തൊട്ടോ പിടിച്ചോ. കണ്ടാ, ഒന്നും കുഴപ്പമില്ല. ഒരു ആനയെന്ന് ഓർക്കണം. നമ്മുടെ പാപ്പാൻ കൂടെ ഉണ്ടാവണം. അല്ല, അതില്ലെങ്കിലും ഇങ്ങനെയാ. അതെയാ. പക്ഷെ അത് നമ്മളെപ്പോഴും ഒരു സേഫ് ഗാർഡ് വേണം. ആനയാന്നൊരു ധാരണ വേണം. അല്ലാതെ നമ്മള് അവൻ മേനച്ച് ചെയ്യണ്ട. കൈ കൊണ്ട് തട്ടിയാലും നമ്മൾ വീണവില്ലേ. അല്ലാതെ ഒരു കുഴപ്പമില്ല. വാവാ. ഏറ്റവും ഹൈലൈറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൊമ്പുകളാണ്. നല്ല തടിച്ചിട്ടുള്ള കൊമ്പുകൾ. എനിക്ക് തോന്നണില്ല കേരളത്തിൽ ഇങ്ങനെ ഇത്ര തടിച്ചിട്ടുള്ള കൊമ്പുകളുള്ള വേറൊരു ആന ഉണ്ടോ? കൊമ്പുകൾ കാണാനുള്ള ആനകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് കാഴ്ചയിൽ ഹൈലൈറ്റ് കൊമ്പാണെങ്കിൽ ഞങ്ങൾക്ക് അവന്റെ സ്വഭാവമാണ് ഹൈലൈറ്റ്. സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താ? അല്ല, ഇത്രയും ശാന്ത സ്വഭാവമായ ആനകളെ കിട്ടാൻ പാടാണ്. ആനകൾ ഇല്ലാന്ന് പറയുന്നില്ല. നമുക്ക് ഈവൻ നീരുകാലത്തും കൂടെ അവന്റെ അടുത്ത് പോകാനോ ഒരു വിഷയങ്ങളും ഇല്ല. നീരുകാലം തുടങ്ങാൻ പോണ്. ഏറെക്കുറെ ആയി നിൽക്കണു. ദിവസത്തിൽ എത്ര വട്ടം ഇതിനെ കഴുകും? തുടക്കല് പറഞ്ഞു കഴിഞ്ഞാൽ കുളിപ്പിക്കല് ഒരു നേരം തന്നെ ചെയ്യുള്ളൂ. വെള്ളം 3-4 നേരം അല്ലേ കുട്ടാ? ഈ ഒരു തുമ്പിക്കൈയിലെ ഇതുപോലെ ഒരു വൺ ടൈമില് എത്ര ലിറ്റർ വെള്ളം? അങ്ങനെ നമുക്ക് കണക്ക് പറയാൻ പറ്റില്ല. അത് ആനയുടെ ഒരു വലിപ്പം അനുസരിച്ച്. അല്ല, അതൊരു ഈസിലി ഒരു ബക്കറ്റ് ഒന്നല്ല. സുഖമായിട്ട് കയറും. ഇതുപോലെ എത്ര തുമ്പിക്കൈ ഇവൻ കുടിക്കുന്നു അല്ലേ? ഒരു 6-7 കുടിക്കും ഒരു ട്രിപ്പില്. 7 വട്ടം അല്ലേ? പിന്നെ 2 സൈഡ് 4 നേരമായിട്ട് കൊടുക്കുമ്പോ കുറച്ച് കമ്മിയാവും. കമ്മി. 2 സൈഡും വെള്ളം ഒഴിക്കും. എപ്പോഴും ആന തണുത്തിരിക്കണം. അതാണ് ആനക്ക് ഇഷ്ടം. അത് വെള്ളം എടുക്കാനുണ്ട്. വെള്ളം ഇപ്പൊ തന്നെ അത്യാവശ്യം ലിറ്റർ ആയി. ഇപ്പൊ കുടിക്കാനവനെ നമുക്ക് കണക്ക് നോക്കാൻ പാടില്ലല്ലോ. അത് പാടില്ല പറയാ. നമ്മളിത് പറഞ്ഞു കൊടുത്തേക്ക് ഒഴിക്കോ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞ സുബേറിന്റെ മേത്തേക്ക് അങ്ങനെ ഒഴിക്കാതെ ആനയുടെ മീതൊക്കെ ഒഴിക്കാതാ. സുബേറിന്റെ അങ്ങോട്ട് മാറിക്കട്ടെ. ഒഴിക്കാൻ പറഞ്ഞു ഒഴിക്കുവോ? അന്ന് ഒഴിച്ചു നോക്കിയേ. ദാഹം മാറിയിട്ട വേറെ പരിപാടി. കുഴപ്പമില്ല. ഈ ആന ശരിക്കും വെള്ളത്തിൽ നിൽക്കരുത്. അല്ല, നിക്കരുത് എന്നല്ല. ചില ആനകൾക്ക് ഈ കാലിന് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോ വൃത്തിയിൽ നിർത്തണം. പാദരോഗങ്ങളോ അങ്ങനത്തെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് പാദരോഗം. ഇവരുടെ ഫുഡ് പാഡ് വളരെ ചെറുതാണല്ലോ, ലോലാണ്. അപ്പൊ അതെന്തൊക്കെ ശ്രദ്ധിക്കണം. ഭക്ഷണപ്രിയനാന്ന് ഞാൻ പറഞ്ഞില്ലേ. പുല്ലാണ് അതിനിഷ്ടം. അല്ല, അവനെല്ലാം ഇഷ്ടം. ഏറ്റവും നല്ല ഫുഡ് ഏതാണ്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ശരിക്കും പണ്ട് ആൾക്കാർ പറയും, നമ്മുടെ ആനക്കാരനെ പറയണത് കേട്ടിട്ടുണ്ട് ഞാൻ. അതായത് വിട്ട് തീറ്റണം, വലിച്ചു തീറ്റണം. അതായത് നിലത്തിലുള്ള പുല്ലുകള്, ഈ ആല്, പേരാല്, അങ്ങനെ പലതും പറിച്ചു തിന്നണം. അപ്പോഴാണ് ആനകളുടെ ശരിയാവാന്നാണ് പറയാ. ഇപ്പൊ പിന്നെ എന്താ വെച്ചാൽ കുറച്ച് സെലക്ട്. ഇപ്പൊ നമ്മള് പുല്ല് കൊടുക്കും, പട്ട കൊടുക്കും, വാഴയുടെ ഇത് കിട്ടിയാ കൊടുക്കും. ഇതൊക്കെ കഴിച്ചോളും. കുഴപ്പമില്ല. ഏകദേശം എത്ര കിലോമീറ്റർ നടക്കേണ്ട വരും? നടത്തും നിങ്ങള്? അല്ല, ഇത് നമ്മളിപ്പോ ഒരുപാട് ഇപ്പൊ എന്താ വെച്ചാൽ പരിപാടി ഇല്ലെങ്കിൽ ഒരു 2-3-4 കിലോമീറ്റർ കാലം നടത്തും. കൊമ്പ് കഴുകി വെളുപ്പിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ സോപ്പും മണ്ണാണ്. സോപ്പും ചകിരിയും ഒന്നും ഇടൂല. ഇതുപോലെ മണ്ണിടും. നമ്മുടെ സാധാ മണ്ണാണോ? അത് ടൈം നല്ല പളങ്ക് പോലെ ആവും. ഓരോ ആനയ്ക്ക് ഓരോ കളറുണ്ട്. എല്ലാത്തിനും അങ്ങനെ വെള്ളമായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ മനുഷ്യരുടെ പല്ല് പോലെ തന്നെ ചിലവരൊക്കെ നല്ല ഇപ്പൊ നല്ല കളറായി വന്നു. മച്ചാൻ കഴുകിയിട്ടാണോ കളറായത്? അതെ അതെ. തരം കിട്ടിയ മണ്ണിൽ കിടന്ന് കുളിക്കും. ഈ ആനകൾ എന്താ എപ്പോഴും മണ്ണ് വാരിയിടുന്നത്? അത് പണ്ട് ഒന്നാമത് ഇവർക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, അതുകൊണ്ടാന്ന് പറയുന്നത്. ഈ മണ്ണ് ദേഹം തണുപ്പിക്കാനും പിന്നെ നല്ല ആരോഗ്യമുള്ള, അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല ആരോഗ്യമുള്ള ആനകൾ എപ്പോഴും മണ്ണിൽ കളിക്കും. പിന്നെ അതാണ്ട് ഇവന്റെ ഈ മതം പൊട്ടണ സമയം ഏറെക്കുറെ ആയി തുടങ്ങി. മതം പൊട്ടണ എവിടെയത്? ഇതേണ്ട, ഒരു വര കണ്ട.
അത് ഇനി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ ആ. അതിന്റെ കണ്ണിന്റെ മുകളിൽ രണ്ട് സ്ഥലത്തും കുറച്ച് സ്വെല്ല് ചെയ്തത് കാണാം. ഇത് കുറച്ച് തടിച്ചു നിൽക്കുന്നത് ഇതേ എന്റെ ഏറെക്കുറെ അവിടെ ഇവിടെ ഉണ്ട്. കണ്ട ആ. ആ വരപ്പോ ക്ലിയർ ആയി കാണാൻ തുടങ്ങി. കണ്ട കാണാൻ തുടങ്ങി. അത് ശരിക്കും അടഞ്ഞിരിക്കുമ്പോ ഇത്ര തോന്നില്ല. ഇത് ഒലുവിന്റെ സമയമായി തുടങ്ങുമ്പോ ഇത് വികസിച്ച് അതിൽ നിന്നാണ് പൊട്ടി മതമൊലിക്കുക. മതഗ്രന്ഥി അതിന്റെ ഉള്ളിലാണ്. അതിനാണ് പോരുന്നത്. അതെ. അത് കഴിയുമ്പോ അത് അടഞ്ഞു അടഞ്ഞു പോകും ഓട്ടോമാറ്റിക്. അടഞ്ഞു പോകും. ഇത് വർഷത്തില് ഒറ്റ വട്ടാണ്. അല്ല, അത് ആനകൾക്ക് ചില ആനകൾക്ക് 2 പ്രാവശ്യം നീരൊലിക്കുന്ന ആനകളുണ്ട്. ചില ആനകൾ 5-6 മാസം ഒലുവിൽ കെട്ടി നിൽക്കുന്ന ആനകളുണ്ട്. ചേട്ടന്റെ എത്രാമത്തെ വയസ്സിൽ തറവാട്ടിൽ ആനയുണ്ട്? ഞാൻ ജനിച്ചു വീഴുന്നത് ആനകളുടെ ഇടയിലേക്കാ. എനിക്ക് ഇത്രാമത്തെ വയസ്സല്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛൻ ആനയെ വാങ്ങി. ഇപ്പൊ കുട്ടനില്ലെങ്കിലും പാപ്പാനുള്ള അല്ലെ കുട്ടൻ എവിടെ നാട്? പാലക്കാടുകാരനാണ്. അപ്പൊ ഈ നാട്ടുകാരന് ഇപ്പൊ കുട്ടനില്ലെങ്കിലും ചേട്ടൻ അഴിച്ചു കൊണ്ടുപോവാ. ഞാൻ അങ്ങനെ പോയി അഴിക്കില്ല. അത് ഡാഡി പണ്ട് മുതലേ ഇങ്ങനെ എപ്പോഴും പറയും, ഒറ്റയ്ക്ക് ആനകളുടെ അടുത്ത് കയറി ചെല്ലരുത്, ചട്ടക്കാരുള്ളപ്പോഴേ ചെയ്യാവൂ. കാരണം അപ്പുറത്തൊരാൾ എപ്പോഴും വേണം. ചെവി അനങ്ങാതെ നിൽക്കുമ്പോ ഒരു കാരണവശാലും അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാജേന്ദ്രന്റെ അടുത്ത് എപ്പോഴും അടുത്ത് പോകാൻ പറ്റില്ല. കാരണം പുള്ളി എപ്പോഴും ചെവി വട്ടം പിടിച്ചിട്ടാണ് നിൽക്കുക. പക്ഷെ അത് പറയണത് മുഖം ചുളിക്കുക, ചെവി വട്ടം പിടിക്കുക, കണ്ണ് വെട്ടിത്തിരിയുക, ഇതൊക്കെ അറ്റാക്ക് ചെയ്യാൻ പോണേന്റെ ഒരു ലക്ഷണങ്ങളായിട്ടാണ് പറയാ. ഇതിന്റെ ബാക്കിൽ കൂടെ മാത്രം വരാതിരുന്ന അത് പുള്ളി ബാക്ക് കൂടെ വെറുതെ പോയ കുഴപ്പമില്ല. നമ്മൾ ആനഭാഷയ്ക്ക് പറഞ്ഞ പോയി തുടങ്ങിയ പിന്നെ വാലോണ്ട് പുള്ളി ഇങ്ങനെ എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഒരു ആനക്ക് ഏകദേശം ഒരു ദിവസം എത്ര രൂപ ചെലവ് വരും ഒന്ന് പറയാൻ പറ്റുമോ? അതങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മള് ഇതുവരെ ജനിച്ചിട്ട് കണക്ക് കൂട്ടിയില്ല, നോക്കിയിട്ടില്ല. സത്യത്തിൽ യഥാർത്ഥ ആനക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ. അങ്ങനെയല്ല, പിന്നെ എന്താ പറയാ, നമ്മൾ ഇതിന് തിന്നണേന് ഒരു കണക്ക് പറയാ, അതിന് നമ്മൾ കണക്ക് വെക്കുക. അത് ഇവിടുന്ന് ഒരു കോഴി മുതൽ ആന വരെ നമ്മള് അത് വെറുതെ പറയണതല്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. 19 വർഷമാണ് ഈ രാജേന്ദ്രന്റെ ഒപ്പം ഈ കുട്ടൻ ചേട്ടൻ പണിയെടുത്തേക്കണ. അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും കേരളത്തില് ഇങ്ങനെ ഒരു ആനയുടെ ചട്ടക്കാരനായിട്ട് നിൽക്കാന്നുള്ളത്. അതുമാണ്. പിന്നെ എന്താ അറിയോ, ഇപ്പൊ ഇതിന്റെ ഒക്കെ ഒരു രോമ ഇളകിയ കുട്ടന് മനസ്സിലാവും. കാരണം ഇതിങ്ങനെ കൂടെ കുറെ കാലായില്ലേ, സ്വഭാവം. പിന്നെ അതിന് വയ്യായുണ്ടെങ്കിൽ ഇനി വേറെ എന്തിനു പറയണം, കുട്ടന് ചിലപ്പോ കണ്ണ് കട്ടിയിട്ട് തോന്നണം, ഇങ്ങനെ ഒത്തിരി ക്ഷീണം കൂടുതൽ. ഒന്ന് ഞാൻ പറഞ്ഞുതരാം ചേട്ടാ, കറക്റ്റ് ഞാൻ പറയണത് സത്യമാണോ നിങ്ങൾ തന്നെ പറയണം. എന്തായാലും ആനച്ചട്ടം ആർക്കറിയാം? കുട്ടനറിയാം. ഈ കുട്ടന്റെ മുഴുവൻ ചട്ടവും ആർക്കറിയാം? ഈ നിക്കണ രാജേന്ദ്രനെ അറിയാം. ഇല്ല, അറിയാൻ പാടില്ല. ഈ കുട്ടൻ എന്തൊക്കെ ഇവിടെ ചെയ്യും, എന്തൊക്കെ പറയും. നേരം നമ്മളെ സാധാരണ ഒന്ന് വൈകി വന്ന. എത്ര വയസ്സുണ്ട്? എനിക്ക് 41 ഒരു വയസ്സ് കഴിഞ്ഞു. അതെല്ലേ, നമ്മൾ ഒറ്റ പ്രായാണ്. കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അല്ല, അതുകൊണ്ട് കുട്ടൻ നുണ പറയാനാണ്. ആയിട്ട് ഞാൻ പോണത് മംഗലാവുന്ന് വിജയം എന്ന് പറഞ്ഞ ഒരു 6-7 മാസം നിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടേക്കാ വന്നത്, നേരെ മുതലാണ്ടോടിക്ക്. ഗോവിന്ദൻ ചേട്ടൻ എങ്ങനെ? ഞങ്ങളൊക്കെ കുട്ടിയല്ലേ, കാണാൻ വന്നാണോ? അല്ല, അന്ന് ഇവിടെ പഴയ സീനിയർ പാപ്പന്മാരുണ്ട്, ഇവന്റെ ആശാമാരുണ്ട് ഇവിടെ. അവർക്കൊക്കെ വയസ്സായിട്ട് ആളിപ്പോഴും ഉണ്ട്. വരിക്കാശ്ശേരി മനയില് നിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് കുറച്ച് ഡയബറ്റിക് ഒക്കെ ആയതുകൊണ്ട് ആനകളുടെ കൂടെ ഒന്നും പെരുമാറാൻ പറ്റില്ല. ഈ പാപ്പന്മാരൊക്കെ പുതിയ പാപ്പന്മാരാണ്? അല്ലല്ല, ഒക്കെ പഴയ ആൾക്കാരാ. എല്ലാം പഴയ ആൾക്കാർ. ഇത് നമുക്ക് കൊടുത്താലോ? കൊടുക്കും. നമ്മൾ കണ്ണീര് തട്ടാതിരിക്കാൻ ഒരെണ്ണം കരുത്. കണ്ടില്ലേ, ഒരെണ്ണം വലത് ഭാഗത്ത് കൂടെ പോയിട്ട് നിങ്ങൾക്ക് വയം കിട്ടും. അതാ വയം. കൊടുക്കാൻ കയ്യായം. അതായത് നമ്മളിത് ഈ ആനക്ക് തീറ്റ കൊടുക്കണ ഇഷ്ടം ഏറ്റവും കൂടുതൽ കാരണം മറ്റു മൃഗങ്ങളെക്കാളും കൂടുതൽ ഇതിനിങ്ങനെ വായിൽ വെച്ച് കൊടുക്കും വേണ്ടല്ലോ, സോഫ്റ്റ് ആയിരിക്കും. മറ്റൊരു മറ്റൊരു മൃഗങ്ങൾക്ക് ഇല്ലാത്തൊരു ഇതാണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പരീക്ഷ നോക്കി പാപ്പന്മാരുടെ അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ആനക്ക് വച്ചു കൊടുത്തു നോക്കോ. നമ്മൾ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പൊ വീടായിക്കോട്ടെ, വാഹനമായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ആദ്യം കാണുമ്പോ തന്നെ നമ്മൾ എന്ത് പറയുന്ന അറിയാവോ? മാഷാ അല്ലാഹ്. അപ്പൊ പിന്നെ കണ്ണ് തട്ടൂല എന്നാ പറയുന്നത് നമ്മള്. എന്തായാലും ഒന്ന് ഞാൻ പറയാട്ടോ, എന്തില്ലെങ്കിലും ഇവർക്ക് തറവാട്ടില് ഒരു ആന ഇല്ലാതെ പറ്റില്ല അല്ലേ? ഉറപ്പല്ലേ? ഇവനെ ഒന്ന് കാണണം, ഇവന്റെ ഒരു ചൂര് അല്ലേ? അല്ല, അത് ശീലയേ. എന്നോട് പലരും പറയും, ഗോവിന്ദേട്ടന് ആന പുറത്ത് കയറാൻ കമ്പം തോന്നിയല്ലോ, ആനക്കമ്പം തോന്നിയില്ല. അപ്പൊ ഞാൻ എന്നും പറയണ ഒരു സാധനം, എനിക്ക് കമ്പം മറ്റു മൃഗങ്ങളോടൊക്കെ, ആന കമ്പല്ല. ഇപ്പൊ നമ്മുടെ ഏട്ടനനിയൻ പറഞ്ഞ പോലെ ഇത് കുടുംബത്തിൽ ഇപ്പൊ എന്റെ അച്ഛന്റെ പേര് പറയുമ്പോ ആന ഇല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല.
അതാണ് അതാണ് അപ്പൊ എനിക്കിതിൽ കമ്പം വേണോ കമ്പം ഇഷ്ടം കുറവൊന്നുമില്ല. അപ്പൊ എന്റെ അച്ഛനും അമ്മയെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ്, അനിയത്തെ ഇഷ്ടപ്പെട്ടിട്ടാണ് കൊണ്ടു നടക്കണമെന്ന് പറയാൻ പറ്റുമോ? അത് ഞങ്ങളുടെ ഒരു ഭാഗമാണ്. അതേമാതിരിയാണ് ആന. ഒറ്റ കേസ് ഞാൻ ചോദിച്ചോട്ടെ, ചേട്ടന്റെ അച്ഛന് കിട്ടിയ അതേ ആനയോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രാന്ത് അല്ലേ, അതിലൊട്ടും കുറയാതെ തന്നെ കുട്ടാ ചേട്ടനും കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. അമ്മ കുറച്ച് മൃഗങ്ങളോടൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിൽ, അച്ഛന്റെ അത്ര ഇല്ലെങ്കിലും അച്ഛന് ചില മൃഗങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. അത്യാവശ്യം മരുന്നുകളൊക്കെ അറിയാമോ അച്ഛന് ഒരുവിധം ഓരോ ഇതൊക്കെ. ചേട്ടനോ? എനിക്ക് അത്ര പോരാ. നമ്മുടെ കുട്ടന് മരുന്നുകളൊക്കെ അറിയാമോ? അതെ, കുട്ടന്റെ ആന ലൈഫിന്റെ എക്സ്പീരിയൻസ് എത്ര കൊല്ലം ചോദിക്കും. അതല്ല, കുട്ടന്റെ അനുഭവം എത്ര കൊല്ലം, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാ ചോദിക്കും. 19 വർഷം. കുട്ടനെ കണ്ടാൽ തോന്നോ? ഞാൻ ഇന്ന് വരെ ഒരു ആന ഇത്രയും വർഷം ആദ്യമായിട്ടാണ്. പുതിയ മന്ത്രിസഭയൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വന്നേക്കാണ്. വരട്ടെ, നല്ല കാര്യം തന്നെ. ഒറ്റ കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളൂ, വണ്ടിപ്രാന്തന്മാർക്ക് നമ്മുടെ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഴപ്പമില്ലാത്ത എന്തും അനുവദിച്ചു കൊടുക്കും അല്ലെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത. അതുപോലെ ഞങ്ങൾക്ക് ഒരൊറ്റ കേസാണ് ആവശ്യപ്പെടാനുള്ളത്. ആനകൾക്ക്, ഉത്സവങ്ങൾക്കായിക്കോട്ടെ ഏത് ആചാരങ്ങൾക്കായിക്കോട്ടെ, അനുകൂലമാവുന്ന ആളുകൾക്കും ആനകൾക്കും നമുക്കും എല്ലാവർക്കും അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന, അതായത് ഞാൻ പറയാം, യഥാർത്ഥ ആനപ്രേമികൾക്ക് കൂടി അനുകൂലമായിട്ടുള്ള സാധനം, അല്ലാതെ കപടപ്രേമികൾ പറയുന്ന കേട്ടിട്ടുള്ള പരിപാടിയാണ്. ആന ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് എവിടെയാ? ശരിക്കും കാട്ടാനല്ല. ഇപ്പൊ എത്ര ആളാ ഇന്നലെ പാലക്കാട് പോയി, നാട്ടിലെ എത്ര പേര് ഉപദ്രവിക്കുന്നത് എടുത്തു നോക്കിയാൽ ഒരു പക്ഷേ 100ൽ 2% മാത്രമായിരിക്കും അതിൽ കൂടുതൽ ഉപദ്രവിക്കുന്ന കാട്ടാനകളല്ലേ? ഉറപ്പല്ലേ? നമ്മൾ എന്നും വാർത്തകൾ കേൾക്കും. പല വാർത്തകളും പുറത്തേക്ക് വിടാത്തതിന് എന്താ കാരണം എന്നറിയാമോ? വിടാതിരിക്കുന്നോണ്ട് കാട്ടാന ആക്രമിച്ചത്. പക്ഷെ നാട്ടിലെ ഒരു ആന എവിടെയെങ്കിലും ഒന്ന് എന്തെങ്കിലും കാണിച്ച അപ്പ വാർത്തയാവും. അതിന് കാരണം എന്താ? അവിടെയൊക്കെ മൊബൈലായിട്ട് 100 പേര് നിൽക്കുന്നുണ്ടാവും. അല്ലെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കും ആനകളെ സംരക്ഷിക്കണം, ആനകളുടെ ഹെൽത്ത് നോക്കണം. അത് നോക്കാതിരിക്കണമൊക്കെ തെറ്റ് തന്നെ. അതായത് പരിപാടിന്ന് മാത്രം വെച്ചിട്ട് ആനകളെ എഴുന്നള്ളിക്കുന്നതും ശരിയാണ്. അങ്ങനെയുള്ളവർ നമ്മൾ യാതൊരു വിധത്തിൽ സപ്പോർട്ട് ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ, ഇതേപോലെ നോക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ 350ന്റെ മുകളില് കുട്ടൻ ചേട്ടാ അല്ലേ ഇവിടെ വന്ന് പോയി എന്നുള്ളതാണ്. എന്തായാലും ഇതുപോലെ ആനേനെ നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. അതാണ് ഗജരാജ പട്ടാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഗോവിന്ദേട്ടാ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് എന്റെ അച്ഛന് ഏറ്റവും കമ്പം ആനകളായിരുന്നു. അപ്പോ ഇത് 1989 183 ആനകളിൽ വെച്ച് 183 ആനകൾ മത്സരിച്ചു. അതിന്ന് സെലക്ട് ചെയ്ത് ആനയായിട്ട് അവാർഡ് കിട്ടിയ ആനയാണ്. ഈ ആനയുടെ പേരാണ് മനിശ്ശേരി രാജഗോപാലൻ. മനിശ്ശേരി ഞങ്ങളുടെ സ്ഥലം മനിശ്ശേരി രാജഗോപാലൻ. അന്ന് കിട്ടിയ റിവാർഡാണ് ഇരിക്കുന്നത്. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ്. എങ്ങനെ അച്ഛൻ അന്ന് പൊക്കിയത്? ഈ നിൽക്കുന്നത് ആരാ? ഇത് ഞാൻ ഈ അന്ന് ഉണ്ടായ ഒരു ആനയാണത്. ഈ ആനയാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന വലിയ ചെറിയ ആന നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ. ഈ നിക്കണേ ഇത് എന്റെ അച്ഛൻ 24 വയസ്സിൽ. ഇത് എത്ര വയസ്സിൽ? അത് ഓൾമോസ്റ്റ് സെയിം പ്രായമാണ്. അന്നൊക്കെ ഒരുപാട് ആനകൾ ഉണ്ടായി തറവാട്ടിൽ. ആന ഇങ്ങനെ 8-10 ആനകൾ വരും പോവും. അന്ന് ആനയെ വാങ്ങാനും വിൽക്കാനും